Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. 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 മാം പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ. അതെ, കേൾക്കാൻ വയ്യ മാം. ഇപ്പൊ കേൾക്കുന്നില്ല മാം പറയുന്നത്, ഇപ്പൊ കേൾക്കുന്നില്ല. ഇല്ല. പറഞ്ഞൊന്നും കേൾക്കുന്നില്ല കേട്ടോ മാം. കേൾക്കാൻ പറ്റുന്നില്ല മാം. പ്രയർ അങ്ങ് ചെല്ലിക്കും. എന്നാ പിന്നെ ക്ലാസ് തുടങ്ങാം. എല്ലാം ആയി വരുമ്പോൾ പ്രയർ സ്റ്റാർട്ട് ചെയ്തത് നല്ലതായിരുന്നു. ആരാ പ്രയർ ഇല്ലെന്ന്? ഞാൻ ചൊല്ലണോ? ആ എന്നാ ചേച്ചി അങ്ങ് തുടങ്ങിക്കോ. ചൊല്ലട്ടെ?
ആണോ? ഓക്കെ. ചന്തമേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും സന്തതം കരസാരിരുന്നൊരു ചിത്രചാതുരി കാട്ടിയും ചാരുകടക്ഷമാലകൾ അർക്കരശ്മിയൂട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. താങ്ക് യു. ആരാ തോട്ട്? ഇന്നലെ പറഞ്ഞത് തോട്ട് ഞാനായിരുന്നേ. തോട്ട് ഞാൻ പറയണോ? ഇതില് മാം ലെഫ്റ്റ് അടിച്ചിരിക്കല്ലേ? ഇല്ലല്ലോ. ഉണ്ടോ? മാമിന്റെ അവിടുന്ന് കേൾക്കുന്നില്ലാന്നല്ലോ. മാം പറയണൊന്നും കേൾക്കുന്നുണ്ടായില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. തോട്ട് ആര് പറയും? ഞാൻ തന്നെ പറയാം. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം മാം. Thought of the day. Thought of the day. Yes, ma'am. Education is the key to unlock the golden door of freedom and success. George Washington Carver. Signing. A very good morning to all. Good morning, ma'am. Good morning, ma'am. എന്തൊക്കെയാണ് വിശേഷം? Morning, ma'am. മോർണിംഗ് മാം. മോർണിംഗ്. മോർണിംഗ് മാം. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ലേ? മാം ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി തന്നാ മതി. ഏ? ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി തന്നാ മതി. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? മാം ഫാദർ ഓഫ് സൈക്കോളജി. ആ, ചെയ്തിട്ടുണ്ടോ? വില്യം വുഡ്ഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഫാദർ ഓഫ് സൈക്കോളജിസ്റ്റ് വില്യം വുഡ്ഡിനെ പറ്റി നിങ്ങളോട് അത് പ്രൊഫൈൽ എഴുതാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം, പക്ഷെ എഴുതിയില്ല. മാമിന്റെ ക്ലാസ് നാളെ അല്ലായിരുന്നു. അതെ അതെ, ഓക്കെ. ചെയ്തിട്ടുണ്ടോന്ന് അറിയാനാണ്.
ഇല്ല മാം, ഇന്ന് ചെയ്തിട്ടില്ല. ഓക്കെ. നമ്മള് യൂണിറ്റ് 10 എടുക്കുകയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ ഇനി എടുക്കാനുള്ളത്? അതെ മാം. യെസ് മാം. യെസ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇതല്ലാതെ വേറൊരു ചാപ്റ്ററിന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഡിഫറൻസ് മെക്കാനിസത്തിൽ നിന്ന് നിൽക്കണം. ചോദിക്കാം. എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കാം, നോക്കണേനെ കേട്ടോ. ഓക്കെ. ഇപ്പൊ ഒരാളുടെ പേര് ആരാടാ? യെസ്, അമൃത. ഓക്കെ മാം. അമൃത പറയുന്ന ഞാൻ പേരെടുത്തതാണ്. അമൃതയുടെ റൂമിലേക്ക് അമൃത കയറാണ്. ഹാളിൽ നിന്ന് അമൃതയുടെ റൂമിലേക്ക് കയറുന്ന സമയത്ത് അതിന്റെ അകത്തൊരു ടേബിൾ ഉണ്ട്. മനസ്സിലായോ? എന്നോടാണ് ചോദിക്കുന്നത്. എല്ലാരോടും കൂടി ഞാൻ അമൃത പേര് പറയാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. അമൃതയുടെ റൂമിലേക്ക് കയറുന്ന സമയത്ത് അമൃതയുടെ റൂം കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിന്റെ അവിടെ ആരോ ഒരു ഗ്ലാസ്സിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്ലാസ്സിൽ പാല് വെച്ചിട്ടുണ്ട്. പക്ഷെ അമൃത അത് കാണാതെ ഓടി വന്ന് അമൃതയുടെ കൈ തട്ടി സാധനം താഴെ വീണ് പൊട്ടി. ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അവിടെ വരെ ഓക്കെ ആണോ? യെസ്. ഗ്ലാസ് താഴെ വീണ് പൊട്ടിയ ശേഷം പെട്ടെന്ന് അമൃത ഉച്ചത്തില് ബഹളം ഉണ്ടാക്കിയാണ്. അമ്മ എന്തിനാ ഗ്ലാസ് കൊണ്ട് വെച്ചത്? അമ്മ ഇവിടെ ഗ്ലാസ് കൊണ്ട് വെച്ചുകൊണ്ടാണ് അത് പൊട്ടിയെന്ന് പറഞ്ഞ് അമ്മേനെ നന്നായിട്ട് വഴക്കു പറയാണ്. ആര്? അമൃത അല്ലെ? അവിടെ ഏത് ഡിഫറൻസ് മെക്കാനിസമാണ് അമൃത ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് ഡിഫറൻസ് മെക്കാനിസം ആയിരിക്കും അവിടെ? പ്രൊജക്ഷൻ. വെരി ഗുഡ്. അതായത് തെറ്റ് ചെയ്തത് ആരാണ് ശരിക്കും? അമൃതയാണ് ചെയ്തത് അല്ലേ? അമൃതയുടെ കൈ കൊണ്ടാണ് അത് താഴെ വീണത്, അല്ലാതെ അമ്മയുടെ കൈ കൊണ്ട് താഴെ വീണതല്ല. സാധനം അവിടെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അല്ല? സാധനം ഗ്ലാസ് അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ കൈകൊണ്ടാണ് താഴെ വീണത്. പക്ഷെ നമ്മൾ മറ്റൊരാളിലേക്ക് അത് ഏൽപ്പിക്കുകയാണ്. മറ്റൊരാളിലേക്ക് ആ കുറ്റം നമ്മൾ റീഡയറക്ട് ചെയ്ത് വിടുകയാണ്. അതാണ് എന്താ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞ എന്താണെന്നറിയോ? എന്തിനു വേണ്ടിയാണ് പറഞ്ഞു തന്നെയെന്ന്? നമ്മള് വൈവ ഉണ്ടാവുന്നത് അല്ലെ? വൈവ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോ ഡിഫറൻസ് മെക്കാനിസത്തിൽ ഇതേപോലെ എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, പറയാൻ പറ്റണം. ഓക്കെ, കഴിഞ്ഞ ദിവസം 75ന്റെ വൈവ ഉണ്ടായിരുന്നു. കുറെ കുട്ടികളോട് ഇത് തന്നെ ഞാൻ തിരിച്ചു മറിച്ച് ഡിഫറൻസ് മെക്കാനിസത്തിൽ കിടന്നവര് മുങ്ങി കുളിക്കായിരുന്നു. പെട്ടുപോയി. സത്യം പറഞ്ഞാൽ എല്ലാവരും വന്ന പിള്ളേരൊക്കെ പെട്ടുപോയി. എന്താണെന്നറിയില്ല. ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ പഠിച്ചല്ലേ? പഠിച്ചതാന്ന് ചോദിച്ചു. എത്ര എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തിട്ട് കുറെ പേരൊക്കെ തച്ച് വിട്ടുപോയി. ഡിഫറൻസ് മെക്കാനിസത്തിൽ വിട്ടുപോയ കുറെ പേരുണ്ട്. കുറെ പേര് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. കുറെ പേര് ഏത് മെക്കാനിസം ആണെന്ന് പോലും ഓർക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം വൈവേക്ക് കേട്ടോ. പ്രാക്ടിക്കൽ സെഷൻ കൂടാതെ തിയറി പാർട്സിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് പ്രിപ്പയർഡ് ആക്കി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായോ? പ്രൊജക്ഷൻ സിമ്പിൾ ആണ് കണ്ടുപിടിക്കാൻ. പ്രൊജക്ഷൻ സിമ്പിൾ ആണ്. റിഗ്രഷൻ, ഡിപ്രഷൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടും. സബ്ലിമേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, അതിന്റെ എക്സാമ്പിൾ ഒരു ബുദ്ധിമുട്ടല്ലേ കണ്ടുപിടിക്കാൻ? മാം, ആ ഡിഫറൻസ് മെക്കാനിസമിന് ഫുൾ കൺഫ്യൂഷനാണ് മാം. അത് ഒന്നും കൂടെ കുറെ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ഇതാക്കണം. ഡിഫറൻസ് മെക്കാനിസം ഒരിക്കലും നമുക്ക് വരാൻ പോകുന്ന പാടുള്ളൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിഫറൻസ് മെക്കാനിസത്തിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിൽ ഏത് ഡിഫറൻസ് മെക്കാനിസം ആണ് എന്ന് മാത്രം നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? താദാത്മീകരണം. മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ ഹാപ്പി ആവുന്നു. നമ്മള് മറ്റൊരാളുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ?
അതായത് ഒരു നമ്മുടെ കൂട്ടുകാരന്റെ അച്ചീവ്മെന്റ് ഉണ്ടായി, അവനിപ്പോ നല്ലൊരു പൊസിഷൻ ഡിഗ്രിയിലെ ഏറ്റവും നല്ല എക്സാമിനോട് നല്ല റാങ്ക് ഹോൾഡർ ആയിട്ട് അവൻ പാസ്സായി. അവന്റെ സന്തോഷത്തിനോട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഉള്ളിലുണ്ടാവുന്ന നമ്മുടെ ആ സന്തോഷമല്ല, അത് പുറമെ വെറുതെ കാണിച്ചിട്ട് ഉള്ളിൽ വേറെ കാണിക്കുന്നത് വേറൊരു കാറ്റഗറിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവന്റെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നതിനാണ് നമ്മള് ഐഡന്റിഫിക്കേഷൻ അഥവാ താതാത്മീകരണം എന്ന് പറയുന്നത് മലയാളത്തിൽ, കേട്ടോ. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ സിറ്റുവേഷൻ തരാം അല്ലെ. തന്റെ സുഹൃത്തിന് ഇപ്പൊ ഒരു വിജയം ഉണ്ടായി, അപ്പൊ തനിക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുന്നു. ഇത് ഏത് തരം ഡിഫൻസ് മെക്കാനിസം ആണ് ചോദിക്കാം. പറയാലോ, ഐഡന്റിഫിക്കേഷൻ. വേറൊരു എക്സാമ്പിൾ പറയാം, വേറൊരു ഡിഫൻസ് മെക്കാനിസം ചോദിക്കട്ടെ. യെസ്, നിങ്ങളൊരു മരണവിധി പോയേക്കാണ് കേട്ടോ. ഒരാള് മരിച്ചു, ആളെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു. പക്ഷെ കുറെ സമയം കഴിഞ്ഞ് ബോഡി കൊണ്ടുവന്ന സമയത്ത് അവിടെ ഭയങ്കര കരച്ചിലായി. ചിലർക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പെട്ടെന്ന് മാറും. ആ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് മാറുന്നു. അത് ഏത് ഡിഫൻസ് മെക്കാനിസം ആണ്? Withdrawal. Okay. ശരി, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. വൈകി നടത്തിയോണ്ട് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ, നമുക്ക് നോക്കാം. യൂണിറ്റ് 10, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ടെക്സ്റ്റ് ക്ലിയർ ആണോ? റീജ ക്ലാസ് കയറിയിട്ടില്ലേ? റീജ മണ്ണച്ച് കേറിയിട്ടില്ല. Yes, individual differences. It's an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. All aspects എന്നാണ് കേട്ടോ, respects എല്ലാ aspects എന്നാണ്. Now, two individuals are similar, not even identical twins. Individual differences in their intelligence, aptitude, interest, attitude, and other personality traits. These disparities between individuals that separate them from one another and make one as distinctive individual in oneself are termed as individual differences. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് എന്താ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ഒരേപോലെയല്ല അല്ലെ. അതേപോലെ നമ്മളോട് ഇടപഴകുന്ന എല്ലാവരും ഒരേപോലെയല്ല. നമ്മുടെ പാരന്റ്സ് ഒരേപോലെയല്ല. പാരന്റ്സ്, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, നമ്മുടെ കുട്ടികള്, ഹസ്ബൻഡ്, എല്ലാവരും എന്താണ്? നമ്മള് ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെ. ആരും ഒരേപോലെയല്ല. ഓക്കെ, അപ്പൊ സ്കൂൾ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ എന്താണ്? പലരും വ്യത്യസ്തതയുള്ളവരാണ്. 50 കുട്ടികൾ ഉണ്ടെങ്കിൽ 50 കുട്ടികളിൽ എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അൺക്വസ്റ്റ്യനബിൾ ഫാക്ട്. എന്താണ് അൺക്വസ്റ്റ്യനബിൾ ഫാക്ട് എന്ന് പറയുന്നത്? അൺക്വസ്റ്റ്യനബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മെഗ്ന, ചെയ്യാൻ പറ്റാത്തന്നാണോ? ആണോ? ചോദ്യം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ സൂചിപ്പിക്കാം. അതായത് ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യർ ചില കാര്യങ്ങളിൽ റീസമ്പിൾ ആണ്. എന്താണ് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോ? റീസമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? റീസമ്പിൾ സാദൃശ്യം അല്ലെ. റീസമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യം, സിമിലാരിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് പല ആസ്പെക്ട്സിൽ മനുഷ്യരെ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താണ്? അവർ സിമിലർ ആയിട്ട് തോന്നും, ഒരേപോലെ തോന്നും അല്ലെ. പക്ഷെ ചില കാര്യങ്ങൾ എടുത്ത് എന്താണ്? കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. അതായത് എല്ലാ ആസ്പെക്ട്സിലല്ല, ചില കാര്യങ്ങളിൽ മാത്രം. എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ട്വിൻസിനെ കണ്ടിട്ടില്ല നിങ്ങള്? ട്വിൻസ് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇരട്ടകളെ കാണുന്ന ചില
ഇപ്പൊ സെയിം ആയിട്ടുള്ള ഇരട്ടകളത് ഒരേപോലെ ഇരിക്കുന്ന ട്വിൻസ് ഉണ്ട് അല്ലെ. കാഴ്ചയിൽ എന്ന് തോന്നും ഒരേപോലെ തോന്നും അല്ലെ. സിമിലാരിറ്റീസ് തോന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ. നോട്ട് ടു ഇൻഡിവിജ്വൽസ് ആർ സിമിലർ, നോട്ട് ഐഡന്റിക്കൽ ട്വിൻസ്. അതായത് കാഴ്ചയിൽ നമുക്ക് ഒരേപോലെ തോന്നും, ഒരേ നിറം, ഒരേ കണ്ണ്, ഒരേ മൂക്ക്, ഒരേ ഹെയർ സ്റ്റൈൽ ഒക്കെ തോന്നുമെങ്കിൽ എന്താണ് അവർക്ക് എന്തുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അവർ രണ്ടും രണ്ട് വ്യക്തികളാണ് അല്ലെ. നമ്മുടെ കാഴ്ചയിൽ മാത്രമാണ് നമുക്ക് സിമിലാരിറ്റീസ് തോന്നുന്നത്. പക്ഷെ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, ഇന്റലിജൻസ് വ്യത്യാസമുണ്ട്, മാനറിസം വ്യത്യാസമുണ്ട്, ബിഹേവിയർ വ്യത്യാസമുണ്ട്. പിന്നെന്താണ് അവരൊരു കാര്യത്തിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് ഇതൊക്കെ എന്താണ് വ്യത്യസ്തമായിരിക്കുള്ളൂ. ഓക്കെ, ആരും ഒരേപോലെ അല്ല അല്ലെ. എല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെ. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തം. ഇപ്പൊ നമ്മൾ ട്വിൻസിനെ കാണുന്ന സമയത്ത് ഫിസിക്കൽ ഫീച്ചേഴ്സിൽ അവർക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരാളുടെ ചെവി കുറച്ച് താഴ്ന്നിട്ടായിരിക്കും, മറ്റൊരാളുടെ ചെവി കുറച്ച് പൊന്തിയതായിരിക്കും, അല്ലെങ്കിൽ കണ്ണിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ ബ്രൗണിഷ് ആയിട്ടുള്ള ഐസ് ഉള്ളവരുണ്ടാവാം, പൂച്ചക്കണ്ണുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. കേളി ഹെയർ ആയിട്ടുള്ളവരുണ്ടാവാം, സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ളവരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ വിരലുകളുടെ അല്ലെങ്കിൽ വിരലുടെ ഷേപ്സ് വ്യത്യാസം ഉണ്ടാവും, നോസിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. പിന്നെന്താണ് പിന്നെ നമ്മുടെ നടത്തം അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ പല വ്യത്യാസങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വ്യത്യസ്ത നിറഞ്ഞിട്ടുള്ള ആസ്പെക്ട്സ് ആണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്വിൻസിന് ഒരേപോലെ തോന്നുമെങ്കിലും എന്താണ് അവർ തമ്മിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യതിയാനങ്ങളുണ്ട് അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറയുന്നത്? ഒന്ന് ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. ഒരാളുടെ ഇന്റലിജൻസ് ബുദ്ധി വ്യത്യാസം ഉണ്ടായിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി. ആപ്റ്റിറ്റ്യൂഡ് മീൻസ് നമ്മുടെ അഭിരുചി, നമുക്ക് ഏതിനോടാണ് ഏറ്റവും പ്രിയം കൂടുതൽ, അതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അഭിരുചി. ഇൻട്രസ്റ്റ് എന്താണ്? നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ടേസ്റ്റ്, അതൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ് മാറിപ്പോവരുത്. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? പേഴ്സണൽ, ഒരാളുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവം. നമുക്ക് ഒന്നിനോടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഹേവിയർ ആണ് ശരിക്കും എന്ത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാത്രമല്ല അതർ പേഴ്സണാലിറ്റി, മറ്റ് സ്വഭാവ സവിശേഷതകളും ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇന്റലിജൻസ് നോക്കാം. നമുക്ക് ഇന്റലിജൻസ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധി ഒരേപോലെയാണോ? ഇന്റലിജൻസ് ബേസ് നമ്മള് വ്യത്യാസമുണ്ട്. നമ്മുടെ വില്യം സ്റ്റേൺ ആണ് ശരിക്കും. വില്യം സ്റ്റേൺ എന്ന അദ്ദേഹമാണ് നമ്മുടെ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഭാഗത്തിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമ്മൾ IQ കോൺസെപ്റ്റ്. IQ കേട്ടിട്ടില്ല നിങ്ങൾ? ഇന്റലിജൻസ് കോഷ്യന്റ് IQ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് മാം. IQ എന്ന് കേട്ടിട്ടുണ്ടാവില്ല. എക്സ്പാൻഷൻ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അത് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നുണ്ടോ. അപ്പൊ ഓരോരുത്തരുടെയും ഇന്റലിജൻസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു തിയറി പഠിക്കുകയാണെങ്കിൽ ആ തിയറിയിൽ നമുക്ക് 9 ഇന്റലിജൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 9 ഇന്റലിജൻസ്. അതായത് 9 പേജ് വെച്ച് ഓർക്കുന്നില്ല, എങ്കിലും 2-3 ഞാൻ പറയാം. ഒന്ന് നേച്ചർ ഇന്റലിജൻസ്, മ്യൂസിക് ഇന്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ഇന്റർ ആൻഡ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, പിന്നെന്താണ് ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ് ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഇതിൽ ടീച്ചർ എക്സാമ്പിൾ പറയാം. ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മുടെ സ്പോർട്സ് താരങ്ങളെ കണ്ടിട്ടില്ലേ? അവരുടെ കപ്പാസിറ്റി എന്താണ് സ്പോർട്സ് താരങ്ങളുടെ? അവിടെ ഏതിലാണ് ഇന്റലിജൻസ് കൂടുതൽ? സ്പോർട്സ് താരങ്ങള് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. അതായത് നമ്മുടെ സ്പോർട്സ് താരങ്ങളെ ഏതൊരു ഉദാഹരണമാണ്? ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ്. അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി വരുന്നത് ഏതിലാണ്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലാണ്. അത്തരം ഇന്റലിജൻസ് ആണ് അവർക്ക് അവരുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എന്തിനോട് താല്പര്യം വരുന്നത്? സ്പോർട്സ് ആക്ടിവിറ്റീസിലോട്ട് താല്പര്യം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരെ. അവർ ഏത് കാറ്റഗറി ആയിരിക്കും മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവര്?
പാട്ടുകാര് അല്ലെ, നമ്മുടെ ചിത്രചേച്ചി അല്ലെങ്കിൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഒക്കെ ഏത് കാറ്റഗറി ഇന്റലിജൻസ് ആണ് വരുന്നത്? മ്യൂസിക്കൽ ഇന്റലിജൻസിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഐക്യു ഉള്ളവരാണ് അല്ലെ. ഓക്കെ, യെസ്. അതേപോലെ നമ്മുടെ എഞ്ചിനീയർമാര് അല്ലെങ്കിൽ ആർക്കിടെക്റ്റുകള് ഇവർക്ക് ഏത് ഇന്റലിജൻസ് ആയിരിക്കും അറിയാമോ? ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് കേട്ടോ. അവർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മളുടെ സന്യാസിമാര് അല്ലെങ്കിൽ ഗുരുക്കന്മാര് അല്ലെങ്കിൽ ഗുരുവന്യന്മാര് മുനിമാരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഏത് തരം ഇന്റലിജൻസ് ആയിരിക്കും? വെരി ഗുഡ്. സ്പിരിച്വൽ ആൻഡ് നേച്ചർ ഇന്റലിജൻസ് പറയാം, രണ്ട് രീതിയിലും പറയാം അല്ലേ. ഓക്കെ, അപ്പൊ ഓരോരുത്തരിലും നമ്മുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള കണ്ടന്റ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഇന്റലിജൻസ് വൈസ് നോക്കി 9 രീതിയിലാണ് ഒരു മനുഷ്യന് ഇന്റലിജൻസ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഈ നേച്ചർ ഇന്റലിജൻസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നുണ്ടോ? അല്ലെങ്കിൽ ബോഡി കൈനസ്റ്റിക് എല്ലാവർക്കും ഉണ്ടാവണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഇന്റലിജൻസ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടാണ്. വ്യക്തിപരമായിട്ട് പല കഴിവ്. ഇപ്പൊ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവര് എന്താണ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ കണക്ക് പറയുക, ഈ മാത്തമാറ്റിക്കൽ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് എന്താണ് പ്രാവീണ്യം കൂടുതലായിരിക്കും. അതർവൈസ് നോക്കുകയാണെങ്കിൽ എന്താണ് മാത്സിന് ഒട്ടും, ചില കുട്ടികളെ കണ്ടിട്ടില്ലേ മാത്സ് ഒട്ടും പറ്റില്ല അവർക്ക് അല്ലെ. മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കുറവായതിനാലാണ് നിങ്ങൾക്ക് എന്താണ് അത് അത്തരത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ട്, അറിയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് അത്രത്തിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത്രയേ ഉള്ളൂ, അവർക്ക് ആ ഇന്റലിജൻസ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇൻട്രാ പേഴ്സണൽ ആൻഡ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. എന്താണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് അറിയാമോ? ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്, സോറി ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയാമോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റൊരാളുടെ ഫീലിംഗ് മനസ്സിലാക്കുന്നത്, അതായത് നമ്മളെ പോലെയാണ് നമ്മളുടെ മുൻപിലിരിക്കുന്ന ഒരാള് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ത്? അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ നമ്മൾ തിരിച്ചറിയുന്നു, അയാളുടെ ഫീലിങ്സിനെ മാനിക്കുന്നു, അയാളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അയാളൊരു താല്പര്യം കാണിക്കുന്നു, അയാളുടെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഏത് തരം ഇന്റലിജൻസ് ആണ്? അത്തരം ഒരു മനുഷ്യനൊരു കഴിവുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് വന്നിരുന്നാല്, ഫ്രണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് അവൻ എന്താ പറയാൻ പോകുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ലെ. അങ്ങനെ ഒരു ഇതുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരാണ് നിങ്ങള്. ഇപ്പൊ നമ്മുടെ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കൗൺസിലർ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര്, സൈക്കോളജിസ്റ്റുകളൊക്കെ അല്ലെ, കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? അവിടെ പ്രത്യേകത എന്താണ്? നമ്മൾ പറയുന്നത് കേൾക്കും അല്ലെ. നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ട്. ഓക്കെ, അത് ഉൾക്കൊണ്ടിട്ട് അതിനുള്ള മറുപടി പറയാനുള്ളൊരു ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവര്. ഈ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പൊ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും മാനിക്കില്ല അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? എക്സ്പ്രസ് ചെയ്യില്ല, പക്ഷെ ഉള്ളിൽ ഉണ്ടായിരിക്കും, ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല അവര്. അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മാനിക്കില്ല. നമ്മള് ഒരാളുടെ മുന്നിൽ എത്ര കരഞ്ഞ് എത്ര വിഷമം പറഞ്ഞാലും ചിലപ്പോ നല്ല പോലെ ഇരിക്കും, അതിനൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെ. എന്താ അങ്ങനെ ആരെങ്കിലും അനുഭവം ഉണ്ടോ? ഉണ്ട് മിസ്സേ. അതെ, അങ്ങനെയുള്ളതുണ്ട്. അത് അവരുടെ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് കുറവായിട്ട് നമ്മൾ കാണണ്ട. അങ്ങനെയും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് പല കാറ്റഗറി ടൈപ്പില്. ബുദ്ധിപരമായിട്ട് പല രീതിയിലാണ് നമ്മളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇന്റലിജൻസ് ബേസിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മൂന്നോ? അതെ, ക്ലിയർ ആണ് മിസ്സേ. യെസ്. അടുത്തത് എന്താണ്? നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്തിലാണ് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്? ചിലവർക്ക് സിംഗിങ്, ചിലവർക്ക് ഡാൻസിങ്, അങ്ങനെയൊക്കെ ആയിരിക്കൂലേ? അതെ, അഭിരുചികൾ വ്യത്യസ്തമാണ് അല്ലെ. അഭിരുചി എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ട് വരാം അല്ലെ. നമ്മുടെ ഇഷ്ടമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷൻ എടുത്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അല്ലെ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമുള്ളത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങൾക്ക് അതിനാണ് ഇഷ്ടം. നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എന്ത് വരുന്നത്, ആപ്റ്റിറ്റ്യൂഡ്സിൽ വരുള്ളൂ അല്ലെ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ. ഓക്കെ, എല്ലാവർക്കും ഒരേ ഇൻട്രസ്റ്റുകളായിരിക്കും ഉണ്ടാവുക, ഒരേ താല്പര്യങ്ങളാണോ? വ്യത്യസ്തമാണ് അല്ലെ. ഭക്ഷണങ്ങളിൽ വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, യാത്രകൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഭക്ഷണം അധികം ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. പല രീതിയിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെ. ചിലവർക്ക് നല്ല പേര് മഴ പെയ്യുന്ന സമയത്ത് കുട പോലും ഇല്ലാതെ മഴ നനയാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെ. അതേപോലെ കുട നിവർത്തി നല്ല മഴ ആസ്വദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മഴയ്ക്ക് നല്ലൊരു കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് നല്ലൊരു മുറുക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സാധനം കപ്പയോ അല്ലെങ്കിൽ മീൻകറിയോ അതൊക്കെ വെച്ചിട്ട് നല്ല മഴയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതൊക്കെ പല ടേസ്റ്റസ് ആണ്, പല ഇൻട്രസ്റ്റുകളാണ്. വായന താല്പര്യം, വായിക്കാൻ ഇഷ്ടം, നല്ല മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒരു ജനലിന്റെ അടുത്ത് പോയിരുന്ന് ജനലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇരുന്ന് വായിക്കാൻ പ്രത്യേക ഇഷ്ടമായിരിക്കും. ഓക്കെ, ഈവനിങ് ടൈമില് ഇപ്പൊ മഴയൊന്നുമില്ല, നല്ലൊരു സായന്തനം അല്ലെങ്കിൽ നല്ലൊരു ഈവനിങ്ങിലാണെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ വരാന്തയിൽ ഇരുന്നോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നിലിരുന്നോ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ ഒരു പാടമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഴയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നമുക്ക് പല രീതിയിലാണ് ഇഷ്ടങ്ങൾ വരുന്നത്. ഓക്കെ, അത് ബിഹേവിയറൽ ആയിട്ടും വരും, മറ്റു കാര്യങ്ങളും എന്താണ് നമുക്ക് ചിലർ ഒന്നും ചെയ്യാതെ തന്നെ, ചിലർ വെറുതെ മൂളിപ്പാട്ട് പാടിയായിരിക്കും അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. എന്തുമായിക്കോട്ടെ, ഇതെല്ലാം ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലെ. ഓക്കെ, ചിലവർക്ക് ഇഷ്ടമുണ്ട് കേട്ടോ, ചിലവർക്ക് ഇഷ്ടം എന്താണ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ചിലവര് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ്? ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങള്? എനിക്കിഷ്ടമല്ല മാം. ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമല്ല, വേണ്ട അല്ലെ. ലോൺനെസ് നമുക്ക് വേണ്ട. പക്ഷെ എൻ്റെ ഒരു ചേച്ചി ഉണ്ട്, അഞ്ജു എന്ന് പറഞ്ഞിട്ട്. ചേച്ചിയും ടീച്ചറാ. ചേച്ചി ഇവിടെ ഞങ്ങൾ എന്തൊരു ഫംഗ്ഷൻ വന്നാലും ഒരു അമ്പലത്തിൽ ഒരു ഉത്സവം വന്നാലും ഈ ഏരിയ മൊത്തവും പേരും പോവും, ചേച്ചി മാത്രം വീട്ടിൽ കാണും. ഒരു 8 മണിയാകുമ്പോഴേ ചോറൊക്കെ കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ചേച്ചിക്ക് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? അത് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അവര് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അതാണ് വ്യത്യസ്തതയാണ്, നമുക്കൊന്നും പറയാനില്ല അല്ലെ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫീലിങ്സും വരുന്ന ഒരു സമയമാണ് അല്ലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം. നമുക്ക് ചിലപ്പോൾ സന്തോഷവും വരും, ഏറ്റവും കൂടുതൽ വരുന്ന സങ്കടമായിരിക്കും, പിന്നെ ചിന്തകൾ കൂടുന്ന ഒരു സമയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും, ലോകത്തിലുള്ളതും ഇല്ലാത്തതും നമുക്ക് വരാനുള്ളതും വരാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും അല്ലെ. അതെ അതെ, നമ്മൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ നടക്കും, ലോകം കംപ്ലീറ്റ് ചുറ്റി നടക്കുന്ന ആളാണ്. അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, ഇനി പേടിയുള്ള ആൾക്കാരൊന്നും ഒറ്റയ്ക്ക് ഇരിക്കില്ല കേട്ടാ. പേടിയുള്ള ആൾക്കാരൊന്നും ഒറ്റയ്ക്ക് പോയിരിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ വ്യത്യാസമാണ്. ഇനി നമ്മുടെ ആറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? നമ്മുടെ കാഴ്ചപ്പാട്, ഓരോ കാഴ്ചപ്പാടാണോ ആറ്റിറ്റ്യൂഡ്? യെസ്. ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, നമ്മുടെ പ്ലെയിൻ ക്രാഷ് നടന്നില്ല നമ്മുടെ അഹമ്മദാബാദില് അല്ലെ. എല്ലാവരും ന്യൂസ് കണ്ടല്ലേ പ്ലെയിൻ ക്രാഷിന്റെ? എല്ലാവരും പല ആറ്റിറ്റ്യൂഡിലാണ് അത് എടുത്തത്. ചിലവർക്ക് ആ ന്യൂസ് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വിഷമിച്ച ആൾക്കാരുണ്ട്. ചിലവരെന്താണ് പറഞ്ഞത്, അവർക്കത് ഒന്നുകൂടി ചെക്ക് ചെയ്യാമായിരുന്നു, ചെക്ക് ചെയ്തെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു, അങ്ങനെ പറയുന്ന ഒരാൾക്കാരുണ്ട്. പിന്നെ എന്താണ്, അവരെ ഫാമിലി റിലേഷൻസിനെ കുറിച്ച്, ഫാമിലിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ എയർപോർട്ടിന്റെ കംപ്ലൈന്റ്സിനെ കുറിച്ച് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കംപ്ലൈന്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ. അല്ലെങ്കിൽ അന്ന് മരിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, അതിനെ കുറ്റം പറയുന്നവരുണ്ട്, അതേപോലെ തന്നെ അതിനെ വിമർശിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്താണ്, നമ്മൾ പല ആറ്റിറ്റ്യൂഡിലാണ് ആ ഒരു സംഭവത്തെ കണ്ടത് അല്ലെ. കുറെ പേര് വിഷമിച്ചായിരിക്കും അത് ആ ഒരു ന്യൂസ് സ്വീകരിച്ചത് അല്ലെ. നമ്മളെ ഒരേപോലെ എല്ലാവരും ഒരേ സമയം വിഷമിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പരസ്പരം
വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു പ്ലെയിൻ ക്രാഷിനെ നോക്കിയിട്ടുണ്ടോ? എല്ലാവരും ഒരേപോലെയാണോ? ആണോ? അല്ല. അല്ല. നിങ്ങൾക്ക് എന്ത് തോന്നി ആ ഒരു പ്ലെയിൻ ക്രാഷിനെ കുറിച്ചിട്ട്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരാൾ പറയൂ. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ മിസ്സേ, ഞാൻ എന്താ പറഞ്ഞ ആ ഫ്ലൈറ്റിൽ അവർ ചെക്ക് ചെയ്യാമായിരുന്നു അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ചിന്തിച്ചില്ല. കാരണം അത്രയും ദൂരം ഫ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിന് എന്തായാലും അവർ ചെക്ക് ചെയ്യാതെ പോകത്തില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അതും പോയിട്ട് ഇവരുടെയൊക്കെ ഫാമിലി എന്തോ ആയിരിക്കും, കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്ന് ടാറ്റ പറഞ്ഞു പോയവരില്ലേ. പിന്നെ അതിൽ തന്നെ ഒരു പെണ്ണിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പെണ്ണ് കരഞ്ഞപ്പോ ഞാനും ഇവിടെ ഇരുന്ന് അത് കണ്ട് ഞാനും കരഞ്ഞു. എല്ലാവരും കണ്ടിട്ട് അറിഞ്ഞു. അതുപോലെ തന്നെ 2 കുട്ടികളുടെ അമ്മ അല്ലെ, ഒരു നമ്മുടെ മലയാളിയാണ് അല്ലെ, പത്തനംതിട്ടക്കാരിയാന്ന് തോന്നുന്നു, മലയാളിയാണ് ആള് മരിച്ചത്. അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമാണത്. ചെറിയ കുട്ടികളാണ്. ഒരു മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മോള് 8ാം ക്ലാസ്സില്. അപ്പം അമ്മയ്ക്ക് അത്ഭുതമാണ്, അച്ഛനില്ല, അവര് ഡിവോഴ്സ്ഡ് ആണ്. അവർ കുട്ടികൾക്ക് വേണ്ടിയാണ് ആള് പോയത്, എന്ത് സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ് അല്ലെ. ആ ഒരു ന്യൂസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പലരും നമ്മൾ പല രീതിയിലാണ് ഇതിനെടുക്കുന്നത്. ചിലർ ഇതിനെ വിമർശിച്ചവരുണ്ട്, ചിലർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല, ചിലര് അതവരുടെ വിധിയാണെന്ന് അക്സെപ്റ്റ് ചെയ്തവരുണ്ട് അല്ലെ. കുറെ പേർ അങ്ങനെയാണ് കണ്ടായിരുന്നത്. വിധിയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ. ഇതിലെല്ലാവരും എന്താണ്, ചിലവർ പറയുന്നത് അതെല്ലാം പൈലറ്റ്സിനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ എയർ ഹോസ്റ്റസിനൊക്കെ ചാടി ഇറങ്ങി പോരായിരുന്നു, അല്ലെങ്കിൽ ഒരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടായിരുന്നു, ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഒരു സംഭവത്തിന് നമ്മൾ പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ ഐഡിയാസ് വ്യത്യസ്തമാണ് അല്ലെ. മനുഷ്യർ പല രീതിയിലാണ് ഒരു കാര്യം ചിന്തിക്കുന്നത്. ഇതേപോലെ നമ്മൾ ആ ചൂരൽമലയിൽ ഉണ്ടായ ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് അല്ല, ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ അർജുൻ മരിച്ചത് അറിയില്ലേ നിങ്ങൾക്ക്? അർജുൻ ട്രക്ക് ഡ്രൈവർ അല്ലേ? നമ്മുടെ ലോറി പറഞ്ഞിട്ട് അതെ, കുറെ ദിവസത്തിന് ശേഷമല്ലേ അത് കണ്ടുപിടിച്ചതൊക്കെ. 21 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ ആ ലോറി നമ്മൾ കണ്ടെത്തിയത് അല്ലെ. അതിന്റെ ജഡമായിട്ടാണ് കിട്ടിയത്. അതിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ കാര്യങ്ങൾ നോക്കിയിട്ട് എല്ലാവരും വ്യത്യസ്തമായിട്ട് സൊസൈറ്റിനെ നോക്കിക്കാണുന്നവരാണ്. ഈ പേഴ്സണൽ വ്യൂവിൽ നമ്മുടെ വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചില ഫുഡിനോട് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഫുഡ് കാര്യങ്ങൾ, അതായത് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവരല്ല ഫുഡ്. അപ്പൊ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പറയും, എന്തിനാണ് ഇതൊക്കെ കഴിച്ചിട്ട്, അത് ഭയങ്കര ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല, അത് ഏറ്റവും ഹാനികരമാണ്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഇത് അറിഞ്ഞിട്ടും കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും ആൾക്കാർ ഇപ്പൊ കഴിക്കുന്ന ഒരു ഫുഡ് ഏതാണെന്ന് പറയാമോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ഷവർമയിലും മേലെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്, മന്തിയാണോ? കുഴിമന്തി. മന്തിയിലുണ്ടല്ലേ മയോണൈസ് ഉണ്ട്, ഇതിലുണ്ട്. യെസ്, കുഴിമന്തി. ഇതില്ലാത്തൊരു പരിപാടി ഉണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കും തോന്നാറില്ല ഒരെണ്ണം കൂടി കഴിക്കാൻ. ഇഷ്ടപ്പെടുന്നവരുണ്ടോ നിങ്ങളിങ്ങനെ? എന്തോ സത്യം പറഞ്ഞോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. വീട്ടിലുണ്ടാക്കി കഴിച്ചു കുഴപ്പമില്ല. അത് ഫാത്തിമയ്ക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. അത് ഫാത്തിമയുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലെ. പക്ഷെ ചിലവർക്ക് ഇന്ന ഹോട്ടലിലെ അതേ ബിരിയാണി അല്ലെങ്കിൽ അതേ മന്തി തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെ. ഒരു ഉച്ച നേരത്താണ് പറഞ്ഞെങ്കിൽ ഒന്ന് രസമായാലേ ഇത്. രാവിലെ ഒന്നും നിങ്ങളുടെ ഏറ്റില്ല മന്തിയുടെ കാര്യം പറഞ്ഞ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡിലൊക്കെ എന്താണ് നമുക്ക് പല ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ പാരന്റ്സിനോട് നമുക്ക് പല ആറ്റിറ്റ്യൂഡാണ് അല്ലെ. നമ്മുടെ സ്വന്തം പാരന്റ്സിനോടും ഹസ്ബൻഡിന്റെ പാരന്റ്സിനോട് രണ്ട് ആറ്റിറ്റ്യൂഡ് അല്ലേ നിങ്ങൾക്ക്? ആണോ? അതെ അതെ മിസ്സേ, ഓഫ് കോഴ്സ്. ഞങ്ങളുടെ കുടുംബം കലക്കും അല്ലെ. സത്യമാണ് അല്ലെ. അത് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മുടെ പാരന്റ്സിനോട് കുറച്ചുകൂടി നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മുടെ അച്ഛനമ്മയാണ് അല്ലെ. അതും ഒരേപോലെ കാണുന്നവരുണ്ടാവില്ല, നമ്മൾ പറയാൻ പറ്റില്ല. ഒരേപോലെ അത് തന്നെയല്ല മിസ്സേ, നമ്മുടെ വീട്ടിലാവുമ്പോഴേ ഇപ്പൊ നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാലും നമ്മൾ മക്കളാണല്ലോ എന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പം മുതലേ അറിയാം. അപ്പൊ ഒരു പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അമ്മ അങ്ങ് ഓക്കെ ആവും. ചിലപ്പോ അതേ കാര്യം നമ്മൾ അപ്പുറത്ത് ചെയ്യുമ്പോ അവിടുത്തെ അമ്മയ്ക്ക് ഒരുപാട് ഇച്ചിരി കൂടി മനസ്സിന് വിഷമം തോന്നും. അതെ, തോന്നും. അത് ചിലപ്പോ 2-3 ദിവസം ആവാം, ചിലപ്പോ ഒരാഴ്ച ആവാം, ചിലപ്പോ ആ വഴക്കൊന്നും തീരാനായിട്ട് അല്ലെ. പിന്നെ അത് കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും. അതൊക്കെ അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആവും. ഓക്കെ, അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ്സുകൾ വരുന്നത്? നമ്മൾ പല രീതിയിലാണ് ഓരോരുത്തരോട് മനോഭാവം കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മളോട് അതിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഞാൻ അല്ലെ, ഞാൻ എന്നുള്ള ഇതില്ലേ നിങ്ങൾക്ക്?
ഞാൻ സുരഭയാണ്, ഞാൻ ഫാത്തിമയാണ്, ഞാൻ ഭീഷ്മയാണ്, ഞാൻ ആതിരയാണ്, എന്നൊക്കെ ഒരു മനോഭാവം നിങ്ങൾക്ക്. അതില്ലാതെ എന്ത് മനുഷ്യരാണോ അല്ലേ? ഞാനാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് ഈ വരുന്ന എല്ലാ ഇഷ്ടങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, മറ്റ് സ്വഭാവ സവിശേഷതകൾ. മറ്റ് സ്വഭാവ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ഇമോഷൻസ് വ്യത്യാസമാണ് അല്ലെ? എല്ലാവരും പല ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്, നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ചിലപ്പോ ഉറക്കെ ചിരിക്കാൻ കഴിയുന്നവരുണ്ടാവും, പതുക്കെ ചിരിക്കുന്നവരുണ്ടാവും, ഉള്ളിൽ ചിരിക്കുന്നവരുണ്ടാവും, അതേപോലെ ഉറക്കെ കരയുന്നവരുണ്ടാവും, പതുക്കെ കരയുന്നവരുണ്ടാവും, ഉറക്കെ എന്താ പറയാ ശബ്ദം ഉയർത്തി കരയുന്നവരുണ്ട്, വിളിച്ചു പറഞ്ഞ് കരയുന്നവരുണ്ടാവും. അതൊക്കെ ഇമോഷൻസ് വ്യത്യാസമാണ്. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമ്മൾ തളർന്നു പോകും, ടെൻഷനായി പോകും. അതൊക്കെ പലരിലും എന്താണ് പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മള് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിൽ നമ്മൾക്ക് വ്യത്യസ്തതയുണ്ട്. ഒന്ന് ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ദെൻ അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. മറ്റ് സ്വഭാവ സവിശേഷതകളടക്കം നമ്മളുടെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, these disparities between individuals that separate them from one another and make one as a distinctive individual in oneself are termed as individual difference. ഇവിടെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? അതായത് ഈ പറഞ്ഞ ഡിസ്പാരിറ്റീസ്, ഈ ഇന്റലിജൻസ് വൈസ്, ആപ്റ്റിറ്റ്യൂഡ് വൈസ്, ഇതിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് ആണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മളെ ഒരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണോ അതാണ് വ്യക്തി വ്യത്യാസം. എല്ലാവരും നമ്മൾ എന്തുണ്ട്? വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, മനസ്സിലായി ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ്? യെസ് മാം. യെസ്. ഇനി നമുക്ക് നോക്കാം നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ നേച്ചർ എന്താണ്? അതിന്റെ സ്വഭാവങ്ങള് എങ്ങനെയാണ്? The nature of individual differences can be briefed as follows. ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. Individual differences are one of degree, not one of kind. എന്താണ്? പറഞ്ഞു തരാം കേട്ടോ. നോക്കൂ, all persons to have common human traits. നോക്കിയാൽ അവിടെ എന്താ പറയുന്നത്? എല്ലാ മനുഷ്യർക്കും എന്താണ് കോമൺ ആയിട്ടുള്ള മനുഷ്യ സവിശേഷതകളുണ്ട്. എന്താണ് നമ്മുടെ ഹ്യൂമൻ ട്രേറ്റ്സ്? കോമൺ ആയിട്ടുള്ള മനുഷ്യ സവിശേഷത എന്താണ് നമ്മുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള? നമ്മള് ഇമോഷണൽ ആകുമ്പോൾ കരയും, ചിലപ്പോ ചിരിക്കുന്നു. ഇമോഷണൽ ആകുമ്പോൾ കരയും അല്ലെ? ചിലവർ പിടിച്ചു നിൽക്കും, കരയാതെ പിടിച്ചു നിൽക്കുന്നവരുണ്ട്. ഓക്കെ, വിഷമം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ സങ്കടം എന്നൊരു ഇമോഷൻ നമ്മൾ എല്ലാവരിലും ഉണ്ട് അല്ലെ? എല്ലാവരിലും ഉണ്ട്, സങ്കടവും ഉണ്ട്, സന്തോഷവും ഉണ്ട്. അതൊരു കോമൺ ട്രേറ്റ്സ് അല്ലേ? ദേഷ്യം ഒരു കോമൺ ട്രേറ്റ് അല്ലേ? അഹങ്കാരം ഒരു കോമൺ ട്രേറ്റ് ആണോ? അഹങ്കാരം ആയിരിക്കില്ല മാം, എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുന്നതാണ് എന്താ? സങ്കടവും സന്തോഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് അല്ലെ? അതേപോലെ തന്നെ ദേഷ്യം. ഇത് മൂന്നും കടന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് കോമൺ ട്രേറ്റ്സ് ആണ്. ഇവിടെ പ്രധാനപ്പെട്ട മനുഷ്യന്റെ സവിശേഷതകളാണ് എന്ത്? സങ്കടം, സന്തോഷം, ദേഷ്യം അല്ലെ? ഓക്കെ, പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ എമൗണ്ട് ഒരേപോലെയാണോ? അളവ് അല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോയിന്റ് നോക്കി, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. അതായത് നമ്മുടെ അളവിലൊന്നാണ് പക്ഷെ തരത്തിലൊന്നല്ല. നമ്മുടെ എല്ലാവരുടെ ഇമോഷൻസ് അളവ് ഒന്നായിരിക്കും, പക്ഷെ നമ്മൾ എന്താണ് പല തരത്തിലായിരിക്കും അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. അതായത് നമ്മുടെ ഇമോഷൻസ് എന്താണ് അളവിൽ ഒരേപോലെയാണ്, ഡിഗ്രിയിൽ ഒരേപോലെയാണ്, പക്ഷേ എന്തിൽ ഒരേപോലെയല്ല? അതിന്റെ തരത്തിൽ അത് വ്യത്യസ്തമാണ്. തരത്തിൽ അത് വ്യത്യസ്തമാണ്. ഒരാള് പല രീതിയിൽ കരയാം അല്ലെ? ഉറക്കെ കരയാം, പതുക്കെ കരയാം, അല്ലെങ്കിൽ നമ്മൾ കരച്ചിൽ ചിലപ്പോൾ കണ്ണീര് പോലും വരാതെ കരയാൻ സാധിക്കും. അതായത് പക്ഷെ അയാൾ കൊണ്ടുപോകുന്ന ഇമോഷൻ ഏതാണ്?
സങ്കടമാണ്. പക്ഷെ അതിന്റെ വേരിയേഷൻസ് ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ അളവിൽ തരത്തിൽ വ്യത്യാസം വരുന്നത്? ഉറക്കെ കരയുന്ന ആളുണ്ട്, പതിയെ കരയുന്ന ആളുണ്ട്, അലറി കരയുന്ന ആളുണ്ട്, അല്ലെ? അതാണ് എന്ത് പറയുന്നത്? ഓരോ ഇമോഷൻസ് ഡിഗ്രിയില് ഒരേപോലെയാണ്, പക്ഷെ അതിന്റെ തരത്തിൽ അളവിൽ ഒരേപോലെയാണ്, പക്ഷെ തരത്തില് വ്യത്യസ്തമാണ്. അതിന്റെ തരത്തിൽ അത് ഒന്നല്ല. ഓക്കെ, വൺ ഓഫ് ഡിഗ്രി, നോട്ട് വൺ ഓഫ് കൈൻഡ്. മനസ്സിലായോ പറഞ്ഞത്? യെസ് മാം. യെസ്, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? But the amount and properties of such traits differ from person that leads to uniqueness of personality and behavior. നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ എമൗണ്ട്, നമ്മളിപ്പോ കരയുന്നതായാലും ചിരിക്കുന്നതായാലും ദേഷ്യപ്പെടുന്നതാണെങ്കിലും എന്താണ് അതിന്റെ എമൗണ്ടില്, എമൗണ്ട് ആൻഡ് പ്രോപ്പർട്ടീസ് അത് വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, then such traits differ from person that leads to uniqueness of personality and behavior. അപ്പൊ ഇങ്ങനെ ഈ എമൗണ്ടിൽ വ്യത്യസ്തം വരാൻ കാരണം എന്താണ്? പ്രധാനമായിട്ട് അതിന് എന്ത് ലീഡിംഗ് ആണ് അവിടെ നിൽക്കുന്നത്? വാട്ട് ഈസ് യൂണിക്നെസ്? എന്താണ് യൂണിക്നെസ്? എവറി ഇൻഡിവിജ്വൽസ് ആർ യൂണിക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും വ്യത്യസ്തരായിരിക്കും. തുല്യരാണെന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെ? അപ്പൊ ഓരോ മനുഷ്യനും യൂണിക് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ? അപ്പൊ അവരിൽ ഉണ്ടാകുന്ന ഇമോഷൻസിന്റെ അളവ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഉണ്ടാകുന്ന ഇമോഷൻസിന്റെ അളവ് എന്താണ്? വ്യത്യസ്തമായിരിക്കും. അതായത് അവരുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറിൽ എന്താണ്? ഒരു യൂണിക് ആണ്. അപ്പൊ ഒരാളെ പോലെ ആയിരിക്കും. ഇപ്പൊ ഞാൻ കരയുന്ന പോലെയല്ല നിങ്ങൾ കരയുന്നത്, അല്ലെ? നമ്മളിൽ എന്തുണ്ട്? നമ്മുടെ എമൗണ്ടിൽ ഒരേ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന നമ്മളില് അതിന്റെ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? നമ്മളെല്ലാവരും യൂണിക് ആയത് കൊണ്ട് തന്നെ, നമ്മളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? അതിന്റെ അളവില് വ്യത്യസ്തത ഉണ്ടായിരിക്കും. അളവ് ഒരേപോലെ ആയിരിക്കും, കൈൻഡില് വ്യത്യാസം, തരത്തില് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ഓഫ്, അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? സോ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മീൻസ് quantitative differences found among individuals in respect of a specific trait or various traits. എന്താ പറയുന്നത്? ഈ കോൺസെപ്റ്റിൽ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മീൻസ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി എന്താണ്? നമ്മളുടെ ഓരോരുത്തരുടെയും, അതായത് നമ്മളുടെ സവിശേഷതകളുടെ ക്വാണ്ടിറ്റിയിലാണ് എന്ത് വരുന്നത്? അതായത് സ്പെസിഫിക് ആയിട്ടും അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള സവിശേഷതകൾ നമ്മൾ ഓരോ മനുഷ്യരിലുണ്ടാവും. ഇമോഷൻസ് ഇത്രയും മനസ്സിലാക്കാൻ, നമ്മുടെ ഇമോഷൻസ് എല്ലാം ഒരേപോലെ ആണെങ്കിൽ പോലും അതിൽ എന്തുണ്ടാവും? വേരിയസ് ആയിട്ടുള്ള സവിശേഷതകൾ അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് ഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, എക്സാമ്പിൾ പറയാം, ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഒരാൾ എപ്പോഴും നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവോ? നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നമ്മള്? പക്ഷെ അങ്ങനെയുണ്ട്, ചിലര് നന്നായിട്ട് പൊട്ടിച്ചിരിക്കും, അല്ലെ? ചെറിയ തമാശയൊക്കെ പൊട്ടിച്ചിരിക്കും. അല്ലെങ്കിൽ മന്ദസ്മിതം. മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മന്ദസ്മിതം അത് അതില് ശബ്ദം ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ജസ്റ്റ് ഒരു ചിരി, ജസ്റ്റ് ഒരു പുഞ്ചിരിയാണ് മന്ദസ്മിതം എന്ന് പറയുന്നത്. ദെൻ കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നവരുണ്ടാവും, അല്ലെ? ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ, ഞങ്ങളുടെ കൂടെ ഒരു ടീച്ചർ ഉണ്ട്. ടീച്ചർ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മള് കൂടെ ചിരിച്ചിരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചിരിക്കുന്ന ലാസ്റ്റ് ആ ഒരു സൗണ്ട് വരും. അത് വ്യത്യസ്തമാണ്, അല്ലെ? നിങ്ങൾ അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മള് അപ്പൊ ഭയങ്കര ഓപ്പൺ ആയിരിക്കും, അല്ലെ? അതെന്ത് പൊട്ട തമാശ പറഞ്ഞാലും നമ്മൾ ചിരിക്കും, അല്ലെ? ഇപ്പൊ ഞങ്ങള് വെറുതെ ചെറിയ കാര്യം മതി. ഇപ്പൊ ഞങ്ങളുടെ എപ്പോഴും ഡാൻസിന്റെ പ്രാക്ടീസ് എടുക്കുന്നതുകൊണ്ട് എപ്പോഴും പൊട്ടപ്പെറ്റവേ ചെയ്യാറുള്ളൂ. ഡാൻസിന്റെ സ്റ്റെപ്പ് തെറ്റിക്കുക, അതൊക്കെ ചെറിയ കാര്യം മതി ഭയങ്കരമായിട്ട് ചിരിക്കാം. ചിരിക്കുമ്പോ ഭയങ്കര ശബ്ദം വെച്ച് ചിരിക്കും. ചിലവർ ചിരിക്കാൻ പോലും പുറത്തേക്ക് ശബ്ദം വരില്ല, ഉള്ളിൽ ഇങ്ങനെ അടക്കി പടുത്തരങ്ങി ചിരിക്കുന്നവരുണ്ട്, പുറത്തേക്ക് ശബ്ദം വരില്ല. ഇതൊക്കെ എന്താണ്? നമ്മൾ ഒരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്ന് വെച്ച് നിങ്ങളിപ്പോ മനസ്സിലായോ? ഇതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് പല ഇമോഷൻസ് പല രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളുടെ പ്രധാന ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? ഞാൻ ചോദിക്കുന്ന ആളെന്ന് പറയാമോ? സുരമ്യ, സുരമ്യ,
സുരമ്യയുടെ വീട്ടില് എത്ര പേരുണ്ട്? വീട്ടില് എത്ര പേരുണ്ട്? ഞങ്ങളിപ്പം 4 പേര്. 4 പേര്. 4 പേരിൽ നിന്നും സുരമ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്താണ്? ഒത്തിരി ടെൻഷനുണ്ടെങ്കിൽ മാത്രമേ, അല്ല ഒത്തിരി സങ്കടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കരത്തുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള സമയം ഫുള്ളും നല്ല കൂളായിട്ട് ഞാൻ തിരിച്ചു തന്നെ നിൽക്കും. യെസ്. അപ്പൊ അവിടെ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ക്വാളിറ്റി അതല്ലേ? അതെ അതെ. വെരി ഗുഡ്. അടുത്ത ആളോട് ചോദിക്കട്ടെ. സിനി. യെസ് മാം. സിനിയുടെ എന്താണ് സിനി കണ്ടെത്തിയ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഞാനങ്ങനെ അധികം സംസാരിക്കില്ല. സിനി ഒരു ഇൻട്രോവേർട്ട് ആണോ? അങ്ങനല്ല. അധികം സംസാരിക്കില്ല. ഓക്കെ, അത് സിനിയുടെ പേഴ്സണൽ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ വീട്ടില് ബാക്കി എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? അല്ല. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നില്ല. ആക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, ആക്കുന്നുണ്ട് അല്ലേ? അധികം സംസാരിക്കില്ല എന്നുള്ളത് സിനിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഇനി റഷീദ. റഷീദിന്റെ ഫാമിലിയിൽ നിന്ന് റഷീദിനെ വ്യത്യസ്തനാക്കുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? എത്ര സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെ ഉള്ളില് ഒതുക്കിയിട്ട് ഇങ്ങനെ നല്ല ശീലമല്ല കേട്ടോ. അതത്ര നല്ല ശീലമല്ല. അത് നമുക്ക് ചിലപ്പോ സമയത്ത് താങ്ങിന്ന് വരില്ല കേട്ടോ. താങ്ങാൻ പറ്റുന്ന സങ്കടങ്ങൾ. അപ്പൊ അതൊന്ന് പതിയെ മാറ്റിയെടുക്കണം റഷിത. ഓക്കെ, മോണ്ടിസോറി കോഴ്സ് തീരുമ്പോൾ ഒന്ന് റെഡി ആക്കണം. യെസ്. ഉള്ളിലുള്ള വിഷമങ്ങള് നിങ്ങളോട് തന്നെ സംസാരിച്ച് തീർക്കുക. ആരോടും പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. വിഷമം വന്നാൽ നമ്മളോട് തന്നെ സംസാരിക്കാം. അതൊന്ന് തീരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേറെ ആരും വേണ്ട ആശ്വസിപ്പിക്കാൻ. ആരും കാണാതെ കുറച്ച് കരയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് കഴിയും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അത് ആരും പറയുന്നില്ല, അതാണ് ചോദിക്കുന്നത്. ആര്യ പറഞ്ഞേടോ. ആര്യയുടെ ഫാമിലിയിൽ നിന്ന് ആര്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? എന്റെ ഫാമിലിയിൽ നിന്ന് വെച്ചാൽ എന്റെ അമ്മ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വിഷമാവും. പക്ഷെ എന്റെ അമ്മയ്ക്ക് കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എനിക്കും പെടുന്നതെങ്കിൽ അതെനിക്ക് വിഷമാവും. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് എനിക്ക് വിഷമാവും. അത്രേ ഉള്ളൂ. ഇമോഷണലി ആര്യ വീക്കാണ് അല്ലെ? അതാണ് വ്യത്യാസം. ഞാൻ പറയട്ടെ. പറഞ്ഞോ. എനിക്കിങ്ങനെ പേടിയൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ എല്ലാരും ഇങ്ങനെ കാറ് ബഹളമൊക്കെ വെക്കല്ലേ, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റക്കായി ഇങ്ങനെ നിക്കും. പേടി വരുമ്പോഴോ? അതാണ് മറ്റൊരാളിന് വ്യത്യസ്തമാക്കുന്നതെന്നാണ് അതൊക്കെ പറയുന്നത്. എല്ലാരും ഇങ്ങനെ ഒറ്റ എടുക്കുകയൊക്കെ ചെയ്യത്തില്ലേ, എനിക്ക് പക്ഷെ അങ്ങനെ സൗണ്ട് പുറത്തോട്ട് വരത്തില്ല. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല പേടിയാണോ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ? പേടിയൊന്നുമില്ല, അങ്ങനെയില്ല. പേടിയൊന്നുമില്ല. ഇപ്പൊ ഒന്ന് കുറെ ലോകം തിരിഞ്ഞു നോക്കി. അപ്പൊ ഒന്ന് മേടിച്ചില്ലേ? ഇല്ല. ഓക്കെ, യെസ്. അതാ എന്താ പറഞ്ഞത്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെ? ഒരാളുടെ കൂടെ ചോദിക്കട്ടെ കേട്ടാ. ഭീഷ്മ എന്ന് പറഞ്ഞേടാ. ഭീഷ്മ. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. വീട്ടില് ഭയങ്കര സംസാരം. മനസ്സിലാക്കി. ഫാമിലിയിൽ നിന്ന് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് അല്ലെ ഭീഷ്മ? ആണ്. അതെ. പിന്നെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നും കൂടെ വർത്താനം പറഞ്ഞ അങ്ങോട്ട് തീർക്കും. നിങ്ങള് ഞാൻ പല പ്രാവശ്യം ഒറ്റയ്ക്ക് വർത്താനം പറയാനായിട്ട് ഹസ്ബൻഡ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, നീ ആരോടാ വർത്താനം പറയുന്നത്? ഞാൻ എന്നോട് തന്നെ വർത്താനം പറഞ്ഞു. നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓപ്പണായിട്ടൊക്കെ വർത്താനം പറയുന്നുണ്ടോ? ഉറക്കൊന്നും പറയണ്ട. ഉള്ളിൽ സംസാരിക്കാറില്ല നിങ്ങൾക്ക്? ഉള്ളിനോട് നമ്മുടെ മനസ്സിനോട് പറയാൻ പറ്റും. അങ്ങനെ സംസാരിക്കാനല്ല. ഉറക്കെ വിശേഷങ്ങളൊക്കെ റൂമൊക്കെ അടച്ചിട്ട് ഉറക്കെ പറഞ്ഞിട്ടല്ല പരിപാടി തീരും. അതിനൊന്നും ചെയ്ത ഓക്കെ. ഒരു കാര്യം പറയട്ടെ. ഇന്നിപ്പോ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിക്കും കേട്ടോ. എന്നിട്ട് ആവശ്യമില്ലാത്ത വ്യത്യാസങ്ങളാണെങ്കിൽ എന്താണ്, അത് പതിയെ ഒന്ന് കളയാൻ നോക്കുക. നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് മാറട്ടെ നമുക്ക്.
അല്ലെ? നല്ല മോണ്ടിസോറി ടീച്ചർ ആണെങ്കിൽ എന്താണ്, നല്ല ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കണം. ഞാൻ ഇത് ക്ലാസ്സിൽ വേറെ ക്ലാസ് എടുത്തപ്പോ ടീച്ചറിന് എന്തൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടെന്ന് ചോദിച്ചാണല്ലോ അവിടെ കേട്ടോ. അതെപ്പോഴും ഇങ്ങനെ ഈ ഉത്തരം പോലെ ക്ലാസ്സിൽ പറയുള്ളൂ. പക്ഷെ അങ്ങോട്ട് കൊടുത്തു ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. എല്ലാം കഴിഞ്ഞപ്പോ ടീച്ചറിന് എന്തെന്നാണ് ഉള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ ഇവിടെ ഇരുന്ന് പറയുമെന്ന് ചോദിച്ചു. ഇവിടെ ഇരുന്ന് പറയാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് കേൾക്കണ്ട, ഇവിടെ ഇരുന്ന് പറയാൻ പറഞ്ഞപ്പോ മിണ്ടണില്ല കേട്ടോ. ടീച്ചറിന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, ടീച്ചറിന് മറ്റൊരാളിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമാക്കുന്നു എന്നോട് ചോദിച്ചു. ഞാൻ ഒരു ചോദ്യം ഇവിടെ നിന്നും പ്രതീക്ഷിച്ചേട്ടോ നിങ്ങൾ ചോദിക്കോ. പക്ഷെ അത് ആ ക്ലാസ്സിൽ അങ്ങനെ ചോദിക്കുള്ളൂ. അങ്ങനത്തെ കുട്ടികളാണ്. ഇച്ചിരി വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, നമ്മൾ പഠിച്ചോളാം. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉണ്ടാവില്ലേ, കുടുംബക്കാരുണ്ടാവും, കുടുംബികളുണ്ടാവും, ഇച്ചിരി വഷളായവരുണ്ടാവും, കുറെ വഷളായവരുണ്ടാവും. അത് വലിയ ക്ലാസ്സിലുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ? നമ്മളുടെ വലിയ ആൾക്കാരുടെ ഇതൊക്കെയുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ വിഷമിക്കാത്ത രീതിയിൽ അങ്ങ് പറഞ്ഞു കൊടുത്താൽ നല്ലൊരു സുഖം കിട്ടും അല്ലെ? കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ മിണ്ടിയിട്ടില്ല. പിന്നെ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാൽ പോലും മിണ്ടാനൊന്നും വരാറില്ല കേട്ടോ. ഇതാണ് നമ്മൾ ആരോടാണെങ്കിലും മര്യാദക്ക് ഉത്തരം പറയാം. മര്യാദക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കിട്ടും അല്ലെ? പ്രത്യേകിച്ച് ടീച്ചർമാരോട്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. പക്ഷെ മോശമായിട്ടല്ല, അവരെ വേദനിപ്പിക്കുകയും ചെയ്യരുത്. പക്ഷെ പറയുന്ന കാര്യത്തിൽ കണ്ടന്റ് ഉണ്ടാവണം. കറക്റ്റ് അങ്ങോട്ട് കിട്ടണം. ആ കുട്ടിക്ക് തന്നെ വ്യക്തമായിട്ടത് കിട്ടണം അല്ലെ? എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പറയേണ്ട കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും. സൽമാൻ ഔഷാദാണോ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് ഇൻസ്റ്റയില്? അതെ, ഈ സൽമയുള്ളത്. ഓക്കെ, ഞാനും വെച്ചിരുന്നു മാം. ഫാത്തിമ, ഈശ്വര ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ ഇതിലോട്ട് കുറെ അല്ല, മഹിജിന എന്നാണുള്ള മഹിജിന. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തീരും, കുറച്ചുള്ളൂ. ഒരു പേജ് കൂടിയുള്ളൂ, 1.5 പേജ്. മാം അപ്പൊ തന്നെ ടെസ്റ്റ് ആണോ? ടെസ്റ്റിന്റെ ഇത് വിവരം അറിയോ? എക്സാമിന്റെ കാര്യം? എക്സാം നമ്മുടെ പാർട്ട് 1ഉം 2ഉം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടേം എക്സാം ഉണ്ടാവും 50 മാർക്കിന്റെ. അതിന് ഇൻഫർമേഷൻസ് തരും കേട്ടോ. ചാപ്റ്റേഴ്സ് തീരുന്നതും പറയും. ഓക്കെ മാം, നെക്സ്റ്റ് മന്ത് കാണുമെന്ന് അറിയാനുണ്ടായിരുന്നു. കാരണം ട്രെയിനിങ് പരീക്ഷ ഉണ്ടാവും 50 മാർക്ക്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നും ബാക്കി 40 മാർക്ക് നമ്മുടെ പോർഷൻസിൽ നിന്നായിരിക്കും കേട്ടോ. ഓക്കെ മാം. അപ്പൊ നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക, തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു പോകാം. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി 10 ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഞാൻ പറയാം മാം. ഇന്ന് മിസ് പഠിപ്പിച്ചത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമുക്ക് നമ്മുടേതായ ഇമോഷൻസും ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, സ്വഭാവം, അതുപോലെ എന്തെല്ലാം ഡിഫറൻസ് ആണ് ഓരോ മനുഷ്യന്റെ നിന്നും മാറുന്നത്, കുറച്ചുള്ള സ്വഭാവ രൂപീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് മിസ് പഠിപ്പിച്ചത്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ കൈൻഡ് ഓഫ് കൈൻഡ്, അതാണ് നമ്മൾ മിസ് ഇന്ന് പഠിപ്പിച്ചത്. എന്താ അളക്കുന്നത്, സ്വഭാവം അളക്കുന്നത്, ക്വാണ്ടിറ്റീവ് ഡിഫറൻസ് ഫൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ന് മിസ് പറഞ്ഞത്. അതുപോലെ മനുഷ്യന്റെ സന്തോഷം, ദേഷ്യം, എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ബിഹേവിയർ, അതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് മിസ് പറഞ്ഞത്. താങ്ക് യു മാം. താങ്ക് യു അപർണ മാം ടുഡേ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.